ഹായ് അസ്സലാം വലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു മന്തിയാണ്. ഇത് ഞാൻ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതേ സെയിം റെസിപ്പി തന്നെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് മട്ടൺ വെച്ചിട്ടും ഈ ഒരു മന്തി ഉണ്ടാക്കാവുന്നതാണ്. നല്ല വൈറ്റ് കളറിലുള്ള കൂടുതൽ സ്പൈസി ഒന്നും ഇല്ലാത്ത കൂടുതൽ മസാലകളൊന്നും ചേർക്കാത്ത നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തിയാണിത്. ഇതിന്റെ കൂടെ ഞാനൊരു ചട്നി കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ആ ഒരു ചട്നി കൂട്ടി ഈ ഒരു മന്തി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആണ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ ഒന്ന് കണ്ടുനോക്കുക. അപ്പൊ ഈ ഒരു മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ചിക്കൻ ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് യോഗേർട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതിലേക്ക് ഞാനിവിടെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് നല്ല ജീരകം പൊടിച്ചതും 1 ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണ് ഏലക്കായ പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് തേന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് തന്നെ ഒലിവ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നമ്മൾ ഇതിൽ മന്തി മസാലയോ അറബിക് മസാലയോ മുളക് പൊടിയോ അങ്ങനത്തെ യാതൊരു മസാലകളും ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ ഈ ഒരു മസാലയിലേക്ക് നമുക്ക് ചിക്കൻ പീസുകൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ഈ ഒരു മന്തി ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കിലോ ഉള്ള ചിക്കൻ 4 പീസാക്കി കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇതിന്റെ സ്കിന്നോടെ വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ചിക്കൻ നല്ലവണ്ണം ഒന്ന് ഈ ഒരു മസാല വെച്ച് മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനിയിപ്പോൾ ഒരു ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ എടുക്കുന്ന അരിക്ക് അനുസരിച്ചിട്ട് വേണം വെള്ളം എടുക്കാനായിട്ട്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിൽ വേണം വെള്ളം എടുക്കാൻ. കാരണം ഈ ഒരു വെള്ളത്തിലാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്തെടുക്കുക. അപ്പൊ ഇതിന്റെ മുകളിൽ ഒരു തട്ട് വെച്ച് കൊടുക്കുക. ഇനി ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പൊ ഇതാ ചിക്കൻ എല്ലാം ഞാൻ ഇതിന്റെ മുകളിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചിക്കൻ എന്തായാലും 1 മണിക്കൂറെങ്കിലും നിങ്ങൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അപ്പൊ ഇതാ ചിക്കൻ മുഴുവനും ഞാൻ ഇതിന്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഈ ഒരു ഇഡ്ഡലി ചെമ്പ് അടച്ചു വെച്ച് 45 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ആദ്യം ഒന്ന് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ബാക്കി 40 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടും കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ അത് അവിടെ കുക്കാവുന്ന സമയം കൊണ്ട് അരി ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് നല്ല വൈറ്റ് കളറുള്ള ബസ്മതി അരി തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഞാനിപ്പോൾ ഇവിടെ സെല്ല ബസ്മതിയാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ ഇതിലേക്കാളും കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക നമ്മൾ നല്ല വൈറ്റ് കളറുള്ള ബസ്മതി എടുക്കുമ്പോഴാണ്. അപ്പൊ ഇതാ ഈ ഒരു അരി നല്ലവണ്ണം കഴുകിയതിന് ശേഷം ഇതിൽ നിറയെ വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കാം. 1 മണിക്കൂർ കുതിരാനായിട്ട് വെക്കാം കേട്ടോ. അപ്പൊ ഇതാ ഈ ഒരു അരിയിൽ നിറയെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു മണിക്കൂർ അവിടുന്ന് കുതിർന്ന് വരട്ടെ. അപ്പൊ നമ്മുടെ ചിക്കൻ ഇവിടെ കുക്കായിട്ടുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 45 മിനിറ്റിന് ശേഷം ഞാനിപ്പോ ഇവിടെ ഇഡ്ഡലി ചെമ്പൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പൊ ഇതാ നമ്മുടെ ചിക്കൻ ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ ഈ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തോട് കൊണ്ട് തന്നെ 45 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ കുറച്ച് വലുപ്പമുള്ള ചിക്കൻ പീസുകളാണെങ്കിൽ 1 മണിക്കൂറെങ്കിലും കുക്കാക്കി എടുക്കേണ്ടത് വരും. അപ്പൊ ഇതാ ചിക്കന്റെ എല്ലാ എസൻസുകളും ഇറങ്ങിയിട്ടുള്ള ചിക്കൻ സ്റ്റോക്കാണിത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ റൈസ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പൊ ഇതാ വേറൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം ബട്ടർ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 10 ഏലക്കായയും 10 ഗ്രാമ്പുവും 2-3 ജാതിപത്രിയും ചേർത്ത് കൊടുക്കാം. ജാതിപത്രി ഇതിൻ്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ മസ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 10-15 കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 പട്ടയും 2-3 ബേ ലീഫ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി പൊട്ടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 2-3 പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റൗണ്ട് പച്ചമുളകില്ലേ, അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ പച്ചമുളകെല്ലാം ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. പക്ഷെ ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് റൈസിന് 1.25 കപ്പ് എന്ന രീതിയിൽ ചിക്കൻ സ്റ്റോക്കും 1/4 കപ്പ് പാല് കൂടെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് 1 കപ്പ് റൈസിന് 1.25 കപ്പ് ചിക്കൻ സ്റ്റോക്കും 1/4 കപ്പ് പാല് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1.25 കപ്പ് ചിക്കൻ സ്റ്റോക്ക് ഇല്ല എന്നാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് തിളച്ച് വരുന്നത് വരെ പാത്രം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വെള്ളമൊക്കെ നല്ലവണ്ണം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കഴുകി കുതിരാൻ വേണ്ടി വെച്ചിട്ടുള്ള ആ ഒരു റൈസ് അതിലെ വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടി ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 3-4 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ആ പച്ചമുളകിന്റെ ആ ഒരു ഫ്രഷ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പാത്രം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടെ ഇതുപോലെ പാത്രം ഓപ്പൺ ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം നമ്മൾ ഇതിൽ പാല് ചേർത്തത് കൊണ്ട് തന്നെ തിളച്ച് മറിയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്നുകൂടി മിക്സ് ആക്കിയതിന് ശേഷം വീണ്ടും പാത്രം അടച്ചു വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു വെള്ളം വലിഞ്ഞു വരുന്ന ആ ഒരു സമയം വരെ ഇടയ്ക്കിടെ ഇതുപോലെ പാത്രം ഓപ്പൺ ചെയ്തൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പൊ നമ്മുടെ ഈ റൈസ് നല്ലവണ്ണം ഇവിടെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പൊ ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ചട്നി കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ 2 വലിയ തക്കാളി കട്ട് ചെയ്തതും ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതി കട്ട് ചെയ്തതും കുറച്ച് മല്ലിയിലയും 2 വെളുത്തുള്ളിയും ഒരു ചെറുനാരങ്ങയുടെ നീരും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ ചട്നി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചട്നി ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ചട്നി കൂട്ടി നമ്മുടെ റൈസ് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പം നമ്മുടെ റൈസ് കൂടി ഒന്ന് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ആംബർ വൈറ്റ് മന്തി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ മസാലയൊന്നും ഇല്ലാത്ത നല്ല മൈൽഡ് ഫ്ലേവറിലായിട്ടുള്ള ഈ ഒരു മന്തി ഈ ഒരു ഈദിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.